ഫ്രണ്ട്സ്, വെൽക്കം ടു ജനോസ് ലോകം. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പം അതിന്റെ കാരണം എനിക്ക് നല്ല പനിയുണ്ട്. ഇപ്പം മാറി. അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടും. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഒരു ചിക്കൻ ചൂടാനുള്ള ഒരു അടിപൊളി സ്ഥലത്താണ്. ഇപ്പം നാഷണൽ ഡേയുടെ ലീവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് 4 ദിവസം ഉണ്ട്. ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ്. ന്യൂ ഇയർ വെക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നേരെ ചിക്കൻ ചൂടാനുള്ള ഒരു അടിപൊളി സ്പോട്ടിലോട്ട് പോവാണ്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷനിൽ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മനോഹരമായ വഴിയാണ്. എനിക്ക് നാട്ടിലും കൂടെയൊക്കെ ഈ നാട്ടിലൊക്കെ പോലത്തെ വഴി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നല്ല മനോഹരമായൊരു വഴിയാണ് നമ്മളെ ഡെസ്റ്റിനേഷനിൽ പോകുന്ന വഴി. ഇനി നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ജബൽ ഇബിർ എന്നാണ്. നിങ്ങൾ മസ്റ്റായിട്ട് വരണം കേട്ടോ. ഇവിടെ ഭയങ്കര തണുപ്പാണ്. കോട്ടിലത് ഇങ്ങോട്ട് വരേ വേണ്ട, ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ഇവിടെ ചാർക്കോളിങ്ങിനും എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പം നിങ്ങൾ എന്തായാലും വരണം, അസ്തമയത്തിന് തന്നെ ഇവിടെ വരണം ഗൈസ്. അല്ലെങ്കിൽ അസ്തമയം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല, നല്ല വ്യൂ ആണ് ഇവിടെ. അപ്പോൾ ഗൈസ് വരുന്ന റോഡെന്ന് പറയുന്നത് വളവും തിരിവൊക്കെ ഉള്ളൊരു റോഡാണ്. നമ്മൾ കൂടാതെ ഇവിടെ കുറേ ആൾക്കാർ ക്യാമ്പിങ്ങിനുണ്ട്, ചാർക്കോളിങ്ങിനുണ്ട്, കുറേ ചെയ്യുന്നുണ്ട്. ഇവിടെ കൂടുതൽ ചെയ്യുന്നത് ക്യാമ്പിങ്ങും ചാർക്കോളിങ്ങൊക്കെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ടെൻറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ആശ്രമൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ ആശ്രമം വന്നിട്ട് ആശ്രമം വരാൻ കുറച്ച് താമസിക്കും. അപ്പോൾ ആശ്രമം വന്നിട്ട് നമ്മൾ ചാർക്കോളിങ് തുടങ്ങുകയാണ്. ചാർക്കോളിങ് തുടങ്ങിയിട്ട് ഉണ്ടാക്കുക, തിന്നുക, തിരികെ റെസ്റ്റ് എടുക്കുക. ദിസ് ഈസ് അവർ നെക്സ്റ്റ് ടാർഗറ്റ്. ഓക്കെ, നമ്മൾ അതാണ് നെക്സ്റ്റ് ടാർഗറ്റ്. അപ്പം നേരെ ടാർഗറ്റ്. അപ്പം ഗൈസ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്ന ആശുഖാം എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് പുതിയൊരു അതിഥിയുണ്ട്, ലെമിത്താത്തായൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വാപ്പച്ചിയും ടീമും അവിടെ ചിക്കൻ അവർ ചാർക്കോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മച്ചിയും ടീമും ഇവിടെ കടിഞ്ചായ ഉണ്ടാക്കുവാണ് ഗൈസ്. അപ്പം നമുക്ക് ജസ്റ്റ് ചിക്കൻ്റെ കോളൊന്ന് പോയി നോക്കാം. അപ്പം ഗൈസ് നമുക്കിന്ന് ചിക്കൻ ഇപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പം നമുക്ക് അതിന് ജെഫ്സലിക്കാർക്ക് തന്നെ ചോദിക്കാം. അപ്പം ചിക്കൻ ഇപ്പം എങ്ങനെയായി? ചിക്കൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ വെച്ചൊരു 1 സൈഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളെ മൊബീത്താൻ്റെ സ്പെഷ്യൽ മസാലകളാണ്, ചേരുവകളാണ് ഉള്ളത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ്. വളരെ വ്യത്യസ്തമായ രുചിയായിരിക്കും, തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. ജെഫ്സലിക്ക് പറയാൻ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ വായിൽ കപ്പലുണ്ടെന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവരിവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുമായിരിക്കും. അപ്പം നമുക്ക് എനിക്കാണ് റിയലി കൊതിയാവുന്നുണ്ട് ഗൈസ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എത്തിയുള്ള വീഡിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ജബൽ ഇബിറിലാണ്. നിങ്ങളിപ്പോൾ മാപ്പിലൊക്കെ നോക്കിയാൽ എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പിൻ ചെയ്താൽ കേട്ടോ താഴെ. ഇപ്പം മാപ്പിലൊക്കെ നോക്കിയാൽ മലയും കുന്നൊക്കെ കാണുള്ളൂ. അപ്പോൾ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ കുറേ റൊട്ടേഷൻസ് ഉണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ വീഡിയോസും ഫോട്ടോസും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്നൊന്നും ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇവിടെ ഓഫ് റോഡിന് വരുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ക്യാമ്പിങ് മാത്രമല്ല, ഒരു ഓഫ് റോഡ് നല്ല രസമാണ്.
അപ്പം നിങ്ങൾ എന്തായാലും വരണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിക്കൻ കഴിക്കാൻ പോവുകയാണ്. ജെഫ്സലിക്ക പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പം ഗൈസ്, ചിക്കനൊക്കെ അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ചിക്കനായിരുന്നു. ജെഫ്സലിക്ക പറഞ്ഞപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ അവിടെ. ഇപ്പം നമ്മളെ കൂടെയുള്ള എല്ലാവരും പോയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നമ്മളെ കൂടെ ക്യാമ്പയിനൊക്കെ ചെയ്തവർ. ഇപ്പം നമ്മൾ 2-3 ഹവേഴ്സിനൊക്കെ ശേഷം പോകും. നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് നടക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ജബൽ ഇബറിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. നമ്മൾ നേരത്തെ വന്നിട്ട്, കാരണം അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അവിടെ കോട്ടും ജാക്കറ്റും പിന്നെ ഈ പുതപ്പൊന്നും ഇല്ലാതെ, ബ്ലാങ്കറ്റൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോവുകയും ചെയ്യൽ ഭയങ്കര തണുപ്പാട്ടോ. നമ്മൾ പോയപ്പോഴത്തേക്ക് ബിലോ 9ഉം 10ഉം ആയിരുന്നു. ഇപ്പം നമ്മളിനിയിപ്പം അതിലൊക്കെ കൊണ്ടാക്കിയിട്ട് പോകും കേട്ടോ. അപ്പം നമ്മൾ ഇനിയിപ്പം അതിലൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും. ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. ഞാൻ ഒരു ഇത് കേട്ടിരുന്നു, കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ ഈ സ്ഥലത്ത് നിങ്ങൾ മസ്റ്റായിട്ട് പോകണം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പോകണം കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഫ്രം അർജു. എന്തിനാ ചിക്കൻ ചുടുന്നതെന്ന് എത്ര വട്ടം പറഞ്ഞു കറക്റ്റ് ചെയ്യാൻ? ചാർക്കോളാണ് ചിക്കൻ ചുടുന്നതെന്ന് പറയുന്നത്. എന്തിനാ പിന്നെ എല്ലാരും കാണുന്നതായി, മൂത്തോരും വിളയോരും കൊച്ചു പിള്ളേരും കാണുമ്പോൾ അവർക്കൊക്കെ മനസ്സിലാവുന്നു. വീഡിയോയുടെ ലാസ്റ്റ് കണ്ടില്ലല്ലോ നീ എവിടെ പോയി? ഭയങ്കര ശീലം. അതുമല്ല അവിടെ അനുസരിക്കപ്പെട്ട